Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മാതിരിയുള്ള ഒരു നല്ല കറുത്ത ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. നമ്മൾ പലപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ കിട്ടുന്ന ബീഫ് ഫ്രൈ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതായിരിക്കും. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ആ സെയിം റെസിപ്പി വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ അതിലും ബെറ്റർ ആയിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ബീഫ് ഫ്രൈ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിന്റെ ആദ്യം തുടങ്ങി അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണുക. അത് നിങ്ങളുടെ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ ഈ വീഡിയോക്കകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുക്കിംഗ് ടിപ്സ് ഒക്കെ വരുന്നുണ്ട്. അത് നിങ്ങളുടെ കുക്കിങ്ങിനെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് റെസിപ്പിക്ക് ആവശ്യമായുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കാം. ആദ്യമായി തന്നെ ചതയ്ക്കാനുള്ള കല്ലെടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 70 ഗ്രാം കുഞ്ഞുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. കുഞ്ഞുള്ളി അല്ലാന്നുണ്ടെങ്കിൽ ഷാലറ്റ്സ് നമുക്ക് നന്നായി ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. സെയിം കല്ലിലേക്ക് തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്ത 4 ഗ്രീൻ ചില്ലി, ക്ലീൻ ചെയ്തെടുത്ത 15 അല്ലി വെളുത്തുള്ളി, മീഡിയം സൈസിലുള്ളൊരു ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. നന്നായി ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇതും നമുക്കെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. കൈസ് അടുത്തായിട്ട് നമുക്ക് നമ്മളുടെ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കൈസ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബീഫ് നമ്മളൊരു അത്യാവശ്യം മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബീഫ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പം കൂട്ടി കട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചിത് ഷ്രിങ്ക് ആവാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായി പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി വലിപ്പം കൂട്ടിയത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത ബീഫ് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് 2 ഇതള് കറിവേപ്പില, നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഐറ്റംസ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു പകുതി നമ്മളുടെ ബീഫിനകത്തേക്ക് ഇടാം. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് അടച്ച് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കി സ്റ്റവിലേക്ക് കുക്കർ എടുത്ത് വെച്ച് നമ്മളുടെ ബീഫ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഫുള്ള് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കേസ് നമ്മൾ ഇന്ന് ഈ റെസിപ്പിക്കായിട്ട് നമ്മൾ ബീഫ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ബീഫിൽ കുറച്ച് നെയ്യുള്ള പാർട്ട് സെലക്ട് ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ബീഫ് ഫ്രൈ അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് നെയ്യുള്ള മീറ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പി കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാറ്റ് ഉള്ളതാണ് നമ്മളുടെ ടേസ്റ്റിന് എപ്പോഴും ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബീഫ് പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് നമ്മളിന്ന് പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പല വീട്ടിലും പല ബ്രാൻഡിലുള്ള കുക്കറുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ കുക്കിംഗ് ടൈം ഓരോ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്നത് പ്രസ്റ്റീജിൻ്റെ കുക്കറാണ്. അതിൽ ഞാൻ 1 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ സിമ്മിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബീഫ് നന്നായിട്ട് കുക്കാവാറുണ്ട്. അതുമാതിരി തന്നെ ബീഫിന് ടഫ്നെസ് അനുസരിച്ചും നമ്മളുടെ കുക്കിംഗ് ടൈം നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കാകുന്നവരെ നിങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കുഞ്ഞുള്ളിയും ഒക്കെ നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് ചതച്ചെടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ റെസിപ്പി ഉപയോഗിക്കാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ചതച്ചെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ചോയ്സ് ആണ്. അല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ബീഫ് ഫ്രൈയുടെ കൂടെ ചിലരെങ്കിലും തേങ്ങാക്കൊത്ത് വറുത്തിടാറുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇതിലിട്ട് ബീഫ് ഫ്രൈയുടെ കൂടെ ആഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാതിരി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ബീഫ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുക്കറിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നമ്മൾ ബീഫ് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാനും ശ്രദ്ധിക്കുക. അതിനുശേഷം ബീഫ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഉപയോഗിക്കുക. കാരണം ബീഫ് ഫ്രൈക്ക് അത് ഒട്ടും തന്നെ വെള്ളം ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുമാതിരി തന്നെ ബീഫ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ബീഫിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളത്തിലാണ് നമ്മളുടെ ബീഫ് കുക്കാകുന്നത്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്കിതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. സ്റ്റവ് ഓണാക്കിയതിന് ശേഷം നമുക്ക് നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം.
പെരിഞ്ജീരകം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നടുവെ മുറിച്ച 6 വത്തലമുളക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ 2 ഇതൾ കറിവേപ്പില, നേരത്തെ ചതച്ചെടുത്ത ഐറ്റംസിൻ്റെ ബാക്കിയുള്ള പകുതികൾ നമുക്ക് ഇതിലേക്കിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല നന്നായിട്ട് മൂത്ത് ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ഇടാം. ബീഫ് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈയിലേക്ക് ഇട്ട് നമ്മളുടെ ബീഫിലുള്ള വെള്ളം നന്നായിട്ട് വറ്റുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഗ്രേവി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമുക്കൊരു സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ബീഫ് ഫ്രൈ ഏകദേശം ഒരു പകുതി വരെ ആയിട്ടുണ്ട്. ചിലർക്ക് ഈ ഒരു ലെവലിലാണ് ഇഷ്ടമുള്ളത്. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നല്ല കറുത്ത ബീഫ് ഫ്രൈ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും കുറച്ച് നേരം കൂടെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ ഫ്ലെയിം ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ സിമ്മറിലാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 15 മിനിറ്റ് നേരം സിമ്മറിൽ നന്നായിട്ട് ടോസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതായിട്ട് നമ്മളുടെ ബീഫ് ഫ്രൈ നല്ല ഡാർക്ക് കളറിൽ എത്തിയിട്ടുണ്ട്. അതുമാതിരി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊട്ടുന്ന ഒരൊച്ച നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് കാണാവുന്നമാതിരി നല്ല ഡാർക്ക് കളറിൽ അതുമാതിരി തന്നെ നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ഗ്രീൻ ചില്ലി നീളത്തിൽ അരിഞ്ഞും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തായിട്ട് നമ്മളുടെ ബീഫ് ഫ്രൈ ഒന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. നല്ല കറുത്ത ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. നല്ല സ്മെല്ലായിരുന്നു നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂമിൽ ഫുള്ള്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഗൈസ്, ഒന്നും പറയാനില്ല. നമ്മളുടെ ബീഫ് ഫ്രൈ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളുടെ മസാലയുടെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മളുടെ ഈ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ബീഫ് ഫ്രൈ കിട്ടുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഗൈസ്, എന്നെ സംബന്ധിച്ച് ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഇത്ര ഡ്രൈ ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഇത്ര ഡാർക്ക് കളറിൽ കിട്ടുന്നതാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷെ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് മുമ്പായിട്ട് നിങ്ങളുടെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുക. പക്ഷെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഒറിജിനൽ ബീഫ് ഫ്രൈ എന്ന് പറയാൻ പറ്റുന്നത് നമുക്കിതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുമാതിരി തന്നെ ഉണ്ടാക്കി നോക്കുക. മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ സ്റ്റെപ്സ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ റെസിപ്പി അയച്ചു കൊടുക്കുക. അവരുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെ വിളിച്ച് ഉറപ്പായിട്ടും പറയും നല്ല സൂപ്പർ റെസിപ്പി ആയിരുന്നു. ഇത്ര അടിപൊളിയുള്ള റെസിപ്പികൾ തരുന്നതിന് നമ്മളുടെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ റെസിപ്പികൾ പഠിക്കുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ്, പുതിയ കുക്കിംഗ് ഐഡിയാസ് കിട്ടുവാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. Eat good food, stay healthy, and let's see you with a different video. Bye bye.